പ്രിയമുള്ളവരെ, വചനജ്വാല 1243 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജനുവരി 25 ശനിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ വചനവായനയിൽ സങ്കീർത്തനങ്ങൾ 22 അധ്യായം 1 മുതൽ 15 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. പരിത്യക്തന്റെ രോദനവും പ്രത്യാശയും. ഗായക സംഘ നേതാവിനെ ഉഷസ്സിലെ മാൻപേട എന്ന രാഗത്തിൽ ദാവീദിന്റെ സങ്കീർത്തനം. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങ് എന്നെ ഉപേക്ഷിച്ചു? എന്നെ സഹായിക്കാതെയും എന്റെ രോദനം കേൾക്കാതെയും അകന്നു നിൽക്കുന്നത് എന്തുകൊണ്ട്? എന്റെ ദൈവമേ, പകൽ മുഴുവൻ ഞാൻ അങ്ങയെ വിളിക്കുന്നു, അങ്ങ് കേൾക്കുന്നില്ല. രാത്രിയിലും വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് ആശ്വാസം ലഭിക്കുന്നില്ല. ഇസ്രായേലിന്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നവനെ, അവിടുന്ന് പരിശുദ്ധനാണ്. അങ്ങയിൽ ഞങ്ങളുടെ പിതാക്കന്മാർ വിശ്വാസമർപ്പിച്ചു, അവർ അങ്ങിൽ ശരണം വെച്ചു. അങ്ങ് അവരെ മോചിപ്പിച്ചു. അങ്ങയോട് അവർ നിലവിളിച്ചപേക്ഷിച്ചു, അവർ രക്ഷപ്പെട്ടു. അങ്ങയെ അവർ ആശ്രയിച്ചു, അവർ ഭഗ്നാശരായില്ല. എന്നാൽ ഞാൻ മനുഷ്യനല്ല, കൃമിയത്രേ, മനുഷ്യർക്ക് നിന്ദാപാത്രവും ജനത്തിന് പരിഹാസ വിഷയവും. കാണുന്നവരെല്ലാം എന്നെ അവഹേളിക്കുന്നു, അവർ കൊഞ്ഞനം കാട്ടുകയും പരിഹസിച്ച് തലയാട്ടുകയും ചെയ്യുന്നു. അവൻ കർത്താവിൽ ആശ്രയിച്ചല്ലോ, അവിടുന്ന് അവനെ രക്ഷിക്കട്ടെ, അവിടുന്ന് അവനെ സ്വതന്ത്രനാക്കട്ടെ. അവനിൽ അവിടുത്തെ പ്രസാദമുണ്ടല്ലോ എന്ന് അവൻ പറയുന്നു. എങ്കിലും അവിടുന്നാണ് മാതാവിന്റെ ഉദരത്തിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവന്നത്. മാതാവിന്റെ മാറിടത്തിൽ എനിക്ക് സുരക്ഷിതത്വം നൽകിയതും അവിടുന്ന് തന്നെ. അങ്ങയുടെ കൈകളിലേക്കാണ് ഞാൻ പിറന്നു വീണത്. മാതാവിന്റെ ഉദരത്തിലായിരിക്കുമ്പോൾ മുതൽ അവിടുന്നാണ് എന്റെ ദൈവം. എന്നിൽ നിന്ന് അകന്നു നിൽക്കരുതേ. ഇതാ ദുരിതം അടുത്തിരിക്കുന്നു, സഹായത്തിനാരുമില്ല. കാളക്കുറ്റന്മാർ എന്നെ വളഞ്ഞിരിക്കുന്നു, ബാഷാൻ കാളക്കുറ്റന്മാർ എന്നെ ചുറ്റിയിരിക്കുന്നു. ആർത്തിയോടെ അലയടിക്കുന്ന സിംഹത്തെ പോലെ അവ എന്റെ നേരെ വായ് പിളർന്നിരിക്കുന്നു. ഒഴിഞ്ഞ വെള്ളം പോലെയാണ് ഞാൻ, സന്ധിബന്ധങ്ങൾ ഉലഞ്ഞിരിക്കുന്നു. എന്റെ ഹൃദയം മെഴുകുപോലെയായി, എന്റെ ഉള്ളിൽ അത് ഉരുകിക്കൊണ്ടിരിക്കുന്നു. എന്റെ അണ്ണാക്ക് ഓടിന്റെ കഷ്ണം പോലെ വരണ്ടിരിക്കുന്നു, എന്റെ നാവ് അണ്ണാക്കിൽ ഒട്ടിയിരിക്കുന്നു. അവിടുന്ന് എന്നെ മരണത്തിന്റെ പൂഴിയിൽ ഉപേക്ഷിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് നമ്മൾ വിശുദ്ധ പൗലോസ്ലീഹായുടെ മാനസാന്തരത്തെയാണ് അനുസ്മരിക്കുക. സീലീസിയായുടെ തലസ്ഥാനമായ ടാർസൂസിൽ ക്രിസ്തുവിന്റെ ജനനകാലത്ത് തന്നെയാണ് സാവൂൾ ജനിക്കുന്നത്. ഫരിസേയനായ സാവൂൾ യഹൂദ നിയമത്തോടുള്ള പ്രതിപത്തി മൂലം ക്രിസ്തു മതത്തിന്റെ ബദ്ധ ശത്രുവായി. സ്റ്റീഫനെ കല്ലെറിയുന്ന കൂട്ടത്തിൽ സാവൂളും ഉണ്ടായിരുന്നു. ക്രിസ്ത്യാനികളെ ജെറൂസലേമിലേക്ക് കൊണ്ടുപോയി
കൊന്നൊടുക്കുന്നതിന് നിർദ്ദേശപത്രം പ്രധാന പുരോഹിതനിൽ നിന്നും വാങ്ങിപ്പോകുമ്പോൾ ഡമാസ്കസിനടുത്ത് വെച്ച് ഒരു പ്രകാശം ആകാശത്ത് നിന്ന് വീഴുകയും അയാൾ നിലംപതിച്ചപ്പോൾ, സാവൂൾ സാവൂൾ, എന്തിനാണ് നീ എന്നെ പീഡിപ്പിക്കുന്ന എന്ന സ്വരം കേട്ട് അങ്ങ് ആരാണ് എന്ന് ചോദിച്ചപ്പോൾ, നീ പീഡിപ്പിക്കുന്ന നസ്രത്തുകാരനായ ഈശോയാണ് ഞാൻ എന്ന് ഉത്തരം കിട്ടി. കർത്താവേ, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് വിനയത്തോടെ ചോദിച്ചപ്പോൾ, പട്ടണത്തിലേക്ക് ചെല്ലുക, എന്ത് ചെയ്യണമെന്ന് അവിടെ വെച്ച് നിന്നോട് പറയും എന്നാണ് മറുപടി ലഭിച്ചത്. തുടർന്ന് സാവൂൾ അന്ധനായി. സഹയാത്രകർ ഡമാസ്കസിലേക്ക് കൊണ്ടുപോയി 3 ദിവസം കാഴ്ചയില്ലാതെയും ഭക്ഷണപാനീയങ്ങൾ കഴിക്കാതെയും അദ്ദേഹം കഴിച്ചുകൂട്ടി. അതിനിടയ്ക്ക് കർത്താവ് അനനിയാസിനെ കാണപ്പെട്ട് സാവൂളിനെ കണ്ടെത്താൻ ആവശ്യപ്പെട്ടു. ക്രിസ്ത്യാനികളെ ഞെരുക്കുന്നവനാണെന്ന് പറഞ്ഞപ്പോൾ വിജാതീയരുടെയും ഇസ്രായേലരുടെയും ഇടയിൽ എന്റെ നാമം എത്തിക്കാൻ ഞാൻ തിരഞ്ഞെടുത്ത ആളാണ്. എന്റെ നാമത്തെ പ്രതി എന്തെല്ലാം കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരുമെന്ന് ഞാൻ അയാൾക്ക് കാണിച്ചു കൊടുക്കും. അനനിയാസ് സാവൂളിനെ കണ്ട് സ്നാനം നൽകി. സാവൂളിനെ കാഴ്ച കിട്ടി. ഈശോയാണ് മിശിഹായാണെന്ന് പ്രസംഗിച്ചു തുടങ്ങി. യഹൂദന്മാർ അദ്ദേഹത്തെ വധിക്കാൻ കെണികളൊരുക്കി. ശിഷ്യന്മാർ രാത്രി കുട്ടയിലിരുത്തി കാവൽക്കാർ കാണാതെ നഗരഭിത്തിയിലൂടെ മുകളിലൂടെ താഴെ ഇറക്കി. ക്രിസ്തു ശിഷ്യനായി മാറിയ പൗലോസ് ഒരുപാട് യാതനകൾ സഹിച്ച് സുവിശേഷ പ്രഘോഷണം തുടങ്ങി. ആ സാവൂൾ മാനസാന്തരപ്പെട്ട് പൗലോസായ കഥയാണിത്. നമുക്കും ഒരു മാനസാന്തരത്തിന്റെ വരം യാചിച്ചുകൊണ്ട് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ശനിയാഴ്ച ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.